സജീറ, നീ ആ പത്രസമ്മേളനം കണ്ടിന? റീത്ത സ്കൂളിലെ സിസ്റ്ററെ പത്രസമ്മേളന ചിരിച്ചിട്ടൊരു പ്രിൻസിപ്പളെ, ആ സിസ്റ്റർ. അതായത് അതൊരു ശരിക്ക് ഒരു കൃത്രിമ ചിരിയാണ്. അതായത് ചിരിച്ചുകൊണ്ട് പറയേണ്ട ഒരു സബ്ജക്റ്റ് ഒന്നല്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു വഷളൻ ചിരി യഥാർത്ഥത്തില്. അപ്പൊ ഒരു കൃത്രിമമായി ഒരു ചിരി ഉണ്ടാക്കിയിട്ട് അതുവഴി കാര്യം പറയാം. എന്നിട്ട് അവരോട് പറയാ, തിരിച്ചൊന്നും ചോദിക്കണ്ട, ഞാൻ പറയുന്ന കേട്ടാ മതി എന്നാണ് അവരെ സ്ഥാപനത്തിന്റെയും മൂപ്പറയും നിലപാട്. അതുകൊണ്ട് അങ്ങനെ. പക്ഷെ ഇത് നമ്മൾ പറയാനുള്ളത് കേൾക്കാനും അതിന് മറുപടി പറയുന്നതിന് പകരം ആദ്യം തന്നെ പത്രക്കാരോട് ഈ വഷളൻ ചിരിയും ചിരിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് കേൾക്കുക, തിരിച്ചൊന്നും ചോദിക്കണ്ട. സമൂഹത്തിന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. നമ്മളെ ഭരണഘടനാ അവകാശങ്ങള് നിഷേധിക്കപ്പെട്ടതിനെ കുറിച്ച് ചോദിക്കാനുണ്ട്. അത് ആ ഭരണഘടനാ അവകാശത്തിന് മേലെ നിങ്ങളെ നിയമം നടപ്പിലാക്കാൻ പറ്റുമെന്ന് ചോദിക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഈ സമൂഹത്തിന്റെ ഭാഗമായി പത്രക്കാർക്ക് ചോദിക്കാനുണ്ട്. പക്ഷെ അവരെ സ്ഥാപനത്തിന്റെ നിലപാട് തന്നെ, ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട, നമ്മൾ പറയുന്ന കേട്ടാ മതി. അതിന്റെ ഒരു പ്രതിരൂപമാണ് യഥാർത്ഥത്തിൽ ആ പ്രിൻസിപ്പൾ ഒരു വഷളൻ ചിരിയും ചിരിച്ചിട്ട്. യഥാർത്ഥത്തില് ഈ ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ അവരെ വേഷം നമുക്കറിയാം. നമുക്ക് ഒരു വലിയൊരു സൂഫി വര്യനുണ്ട്, മൗലാന ജലാലുദ്ദീൻ റൂമി എന്ന വലിയ സൂഫി വര്യനാണ്. അദ്ദേഹം എഴുതിയൊരു മഹാകാവ്യമുണ്ട്, മസ്നവി എ മഅ്നവി എന്ന. അതിന്റെ അകത്ത് ഏകദേശം 25,000 പ്ലസ് അടങ്ങിയിട്ടുള്ള കൃതികൾ അടങ്ങിയിട്ടുള്ള ഒരു വലിയ മഹാകാവ്യം. അപ്പൊ അതിന്റെ അകത്ത് കൃത്യമായി ഒരു പല ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുന്നത് ദ ലയൺ ആൻഡ് ദ ഡോങ്കി എന്ന് പറയുന്ന ഒരു തലക്കെട്ടില് ഒരു കഥയുണ്ട്. കഥയുടെ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ സമൂഹത്തോട് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു ദിവസം സിംഹവും കുറുക്കനും കഴുതയും കൂടി വേട്ടയ്ക്ക് പോവുകയാണ്. അപ്പൊ സാധാരണ കഴുത എന്ന് പറയുന്നത് മാംസഭോജിയല്ല, സസ്യഭുക്കാണ്. പക്ഷെ കഴുതനെ ഉപമിച്ചതിന്റെ പല കാരണങ്ങളുണ്ട്. മനുഷ്യനോട് ഇടപഴകി ജീവിക്കുന്ന, മനുഷ്യന്റെ ഭാരങ്ങൾ ചുമക്കുന്ന ജീവി എന്നുള്ള നിലക്കായിരിക്കണം കഴുതനെ ഉപമിച്ചത്. അതുപോലെ വിശ്വാസ്യത മറ്റല്ലോ. അപ്പൊ അങ്ങനെ ഇവര് മൂന്നുപേരും വേട്ടക്ക് പോയി വേട്ടയാടി പിടിച്ച് മൃഗങ്ങളെയൊക്കെ ഒരുമിച്ച് കൂടി. അപ്പൊ എന്നിട്ട് സിംഹം കഴുതയോട് പറയാണ്, തുല്യമായി നീതിയോടെ വീതം വെക്കുക, തുല്യമായി നീതിയോടെ വീതം വെക്കുക. അങ്ങനെ കഴുത ഈ രാജാവ് പറയുന്ന കേട്ട്, സിംഹം രാജാവാണല്ലോ, പറയുന്ന കേട്ട് തുല്യമായി നീതിയോടെ വീതിക്കണം എന്നല്ലേ പറയുന്നത്. അപ്പൊ തുല്യമായി പങ്കുവെച്ചു, 3 ഓഹരിയാക്കി, ഇത് നിങ്ങൾക്ക്, ഇത് കുറുക്കന്, ഇത് മൂപ്പർക്ക്. അപ്പൊ ഉടൻ നേരത്തെ നീതിക്ക് വേണ്ടി സംസാരിച്ച, നീതിയോടെ വീതം വെക്കണം എന്ന് പറഞ്ഞ അതേ സിംഹം തന്നെ കോപാകുലായി കഴുതയെ കുന്നുകളഞ്ഞു. അടുത്ത ഊഴം കുറുക്കൻ്റെതാണ്. കുറുക്കൻ വളരെ സൂത്രശാലിയാണ്, കൗശലക്കാരനാണ് കുറുക്കൻ. കുറുക്കനോട് പറഞ്ഞപ്പോ കുറുക്കൻ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് സിംഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഇത് മുഴുവൻ അങ്ങേക്കുള്ളതാണ്. അപ്പൊ സിംഹം തിരിച്ചു ചോദിക്കുക, നീ എങ്ങനെ ഇത്ര നീതിമാനായി, നീ എങ്ങനെ ഇങ്ങനെ നീതിയോടെ വീതം വെക്കാൻ നീ എങ്ങനെ പഠിച്ചു? അതായത് മുഴുവനും മൂപ്പർക്ക് കൊടുത്തിട്ടാ ചോദിക്കുന്നത്, ഇത്ര നീതിയോടെ പ്രവർത്തിക്കാൻ നിനക്കെങ്ങനെ സാധിച്ചു? അപ്പൊ കുറുക്കൻ പറയുന്ന മറുപടി ഉണ്ട്, ഈ കഴുതയുടെ വിധിയിൽ നിന്നാണ് ഞാൻ ഈ പാഠം പഠിച്ചത്, കഴുതയുടെ വിധിയിൽ നിന്നാണ്. അപ്പൊ നീതിയെ പരസ്യമായി വ്യഭിചരിക്കുകയാണ്, നീതിയെ പരസ്യമായി കശാപ്പ് ചെയ്യാണ്. പക്ഷെ അങ്ങനെ കശാപ്പ് ചെയ്യുന്ന ആള് വലിയ നീതിമാനായി അറിയപ്പെടാം. നമ്മളെ ഈ പ്രിൻസിപ്പാളിന്റെ അവസ്ഥ നീ ഒന്ന് നോക്കൂ. പൂർണ്ണമായും കന്യാവേഷം ധരിച്ചിട്ടുണ്ട്, നന്നായി ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ആ ശിരോവസ്ത്രം ഭാരതീയ സംസ്കാരത്തിനെതിരാണ്, അതുകൊണ്ട് പെൺകുട്ടി ധരിക്കാൻ പാടില്ല. ഈ സിസ്റ്റർ കോളേജിൽ പഠിച്ചതും എല്ലാം ഈ ശിരോവസ്ത്രം ധരിച്ചിട്ടാണ് യൂണിഫോം ഉപയോഗിക്കുക. ഈ അടുത്ത കാലത്ത് നീറ്റ് പരീക്ഷക്ക് ശിരോവസ്ത്രം അഴിപ്പിച്ചതിനെതിരെ KCBC ഒക്കെ വലിയ സമരം, ഒച്ചപ്പാടും ബഹളവും പ്രസ്താവന. ഒരു ഫോട്ടോ ഉണ്ട്, പരീക്ഷ എഴുതുന്ന ഫോട്ടോ ഉണ്ട്, എല്ലാ സ്റ്റുഡന്റും യൂണിഫോം ധരിച്ചിട്ട് ഈ സിസ്റ്റർ മാത്രം ഈ അവരെ മതവേഷം ധരിച്ചിട്ട്. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിംഹത്തിന്റെ കഥ പോലെ, അതായത് പൂർണ്ണമായും മതചിഹ്നം ധരിച്ചിട്ട് സമൂഹത്തെ അഡ്രസ് ചെയ്യുന്ന ഈ പ്രിൻസിപ്പാളാണ് കുട്ടിന്റെ 3 കഷ്ണം തുണിനെ അല്ലെങ്കിൽ ഒരു പീസ് തുണിക്കെതിരെ പറയുന്നതല്ല. പക്ഷെ അതിനെ
നമ്മളെ രാജ്യത്തിന്റെ സംസ്കാരം, നമ്മുടെ കീഴ്വഴക്കം, അത് ഉൾക്കൊള്ളാനുള്ള നമ്മളെ ഫ്രട്ടേണിറ്റി, അത് ഉൾക്കൊള്ളാനുള്ള ഒരു ബോധം പോലും ഈ ഇതിപ്പോ ഒരു ഈ പൊതുബോധമായി ക്രിസ്ത്യൻ മാറുകയല്ലേ. ഉണ്ടാവുന്നില്ല എന്നുള്ള. മാത്രമല്ല ക്രിസ്ത്യൻ സംഘടനകളെ എപ്പോ പഠിക്കാന്ന് അറിയില്ല. ഇപ്പം തന്നെ നമ്മളെ ഛത്തീസ്ഗഡില് ആ, മത പ്രചരണം നടത്തുന്നു, അല്ലെ പിന്നെ മതം മാറ്റം നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. രാജ്യം മുഴുവൻ അവർക്ക് വേണ്ടി വേണ്ടി ശബ്ദിച്ചില്ലേ? ശബ്ദിച്ചതെ. RSS ഒഴികെ രാജ്യം എല്ലാ മുഴുവൻ അവർക്ക് വേണ്ടി സംസാരിച്ചില്ലേ? അത് നീതികേടാന്ന് പറഞ്ഞില്ലേ? അവര് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവരെ ഇങ്ങനെ മതം മാറ്റുന്ന ആളുകളായി ചിത്രീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ രാജ്യം മുഴുവൻ അവർക്ക് വേണ്ടി സംസാരിച്ചില്ലേ? അപ്പൊ എന്നിട്ട് അവരുടെ ഭാഷ, RSSകാരന്റെ ഭാഷ ഇവിടെ എടുത്ത് സംസാരിക്കുകയാണ് ഇവിടെ ക്രിസ്ത്യൻ എത്തുമ്പോ സംഘടന. അതേ ഇതിലേക്ക് ഇവരെപ്പോഴാണ് ഇത് പഠിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പം തന്നെ ഏറ്റവും അടുത്ത് ഹാൽ എന്ന് പറയുന്ന സിനിമ, ഇന്നലെ ഞാനൊരു ചാനൽ ചർച്ച കാണാനിടയായി. അതിന്റെ അകത്ത് മറ്റേ ആ കരിമ്പുംകാട്ടിലെ മറ്റേ ചങ്ങയില്ല, കരിമ്പുംകാല കരിമ്പുംകാല കന്നഡിയാ, കന്നഡി കന്നഡി പറയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്ത്, നിങ്ങൾ പോർക്ക് കഴിക്കുന്ന ഒരു മുസ്ലിം കഥാപാത്രത്തെ നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് അതിന്റെ സംവിധായകനോട്, എഴുത്തുകാരനോട് ചോദിക്കുകയാണ്. എത്ര കഥാപാത്രങ്ങളുണ്ട്. അത് സിനിമയല്ലേ, അത് കഥാപാത്രമായി മാറിയല്ലേ. എത്രയോ വ്യഭിചരിക്കുന്ന കഥാപാത്രമുണ്ട്, മുസ്ലിം പിന്നെ ക്ഷേത്രത്തിൽ പോകുന്ന ഇഷ്ടം പോലെ കഥാപാത്രമില്ലേ. ഇന്ത്യയിലെ പ്രമുഖ നടന്മാരെല്ലാം മതപരമായി നോക്കിയാല് ആമിർ ഖാൻ, സൽമാൻ ഖാൻ, ഷാരൂഖ് ഖാൻ, മമ്മൂട്ടി, അങ്ങനെ നൂറുകണക്കിന് സിനിമാ നടന്മാർ മുസ്ലിം മതത്തിലുള്ള ആളുകളില്ലേ. അവരൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, വലിയ വലിയ പൊട്ട് തൊടുന്നുണ്ട്, ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്, ക്ഷേത്രത്തിന് മുമ്പില് നമസ്കരിക്കുന്നുണ്ട്, തൊഴുതുന്നുണ്ട്, അവരുടെ ഈ ഉഴുതുമറിയലില്ലേ, അത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഇന്നവരെ ഈ മുസ്ലിമായ മമ്മൂട്ടി എങ്ങനെ ക്ഷേത്രത്തിൽ പോയേ എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം താമധാരിയോ ഏതെങ്കിലും മുസ്ലിം സംഘടനയോ ചോദിച്ചിട്ടുണ്ടോ? എന്നാലും അവരങ്ങനെ ചോദിക്കും. ഇവര് ഈ കന്നഡി ചങ്ങായി ചോദിക്കുകയാണ്, ഒരു പോർക്ക് തിന്നുന്ന ഒരു മുസ്ലിം നാമധാരി പോർക്ക് തിന്ന കഥാപാത്രമായി നിങ്ങൾക്ക് കാണിക്കാൻ ധൈര്യമുണ്ടോ? എന്ത് മണ്ടത്തരാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ. പക്ഷെ അത് ഗുരുതരമായ അപകടമല്ലേ. നമ്മള് RSS പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 ശത്രുക്കള്, ഒന്ന് മുസ്ലിങ്ങളാണ്, രണ്ടാമത് എണ്ണിയത് കമ്മ്യൂണിസ്റ്റ് അല്ല ക്രിസ്ത്യാനികളല്ലേ, രണ്ടാമത് എണ്ണിയത്, മൂന്നാമത് എണ്ണിയതല്ലേ കമ്മ്യൂണിസ്റ്റുകാരാ. അപ്പം നീമുള്ളവർ പറഞ്ഞ പോലെ അവർ ആദ്യം പിന്നെ ജൂതന്മാരെ തേടിയെത്തി. ഞാനൊരു ജൂതനായിരുന്നില്ല, ഞാനൊരു അക്ഷരം മിണ്ടിയില്ല. അവർ കമ്മ്യൂണിസ്റ്റുകളെയും തൊഴിലാളി നേതാക്കളെയും തേടിയെത്തി. ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല, ഞാൻ തൊഴിലാളി നേതാവോ കമ്മ്യൂണിസ്റ്റുകാരനോ ആയിരുന്നില്ല. എന്നിട്ട് അവസാനം അവർ എന്നെ തേടിയെത്തി, എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ നിന്ന് ഈ ബഹളം വെക്കുന്ന ഈ ക്രിസ്ത്യൻ സംഘടനകൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ശിരോവസ്ത്രം പിന്നെ അതുപോലെ കന്യാവേഷം ലോഹ്യം ധരിച്ചിട്ട് പ്രവർത്തനം നടത്താൻ പറ്റാത്ത എത്രയോ മേഖലകൾ ഇന്ത്യയിലുണ്ട്. RSS കൈകാര്യം ചെയ്യുന്ന BJP സർക്കാർ ഭരിക്കുന്ന ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ വ്യാപകമായി അക്രമത്തിന് ഇരയാവുന്നുണ്ട്. ഈ വസ്ത്രം ധരിച്ചിട്ട് അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ലോഹ വലിച്ചെറിഞ്ഞിട്ട് ജീൻസും പാന്റും ടീഷർട്ടും ഇട്ടിട്ട് പോകേണ്ട അവസ്ഥ ഉണ്ട്. ആ ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഇസ്ലാമോ ഫോബിയ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം, അത് സമൂഹത്തിൽ RSSന് ഉണ്ടാക്കുന്ന ഒരു പിന്നെ മൈലേജ്, ഒരു ഗുണഫലം, അതിനെക്കുറിച്ചൊന്നും ഇവർ ആലോചിക്കുന്നില്ല. താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെ വഷളത്തരങ്ങള് പിന്നെ പുറപ്പെടുവിക്കുകയാണ്. അത് തിരിച്ചറിയണം എന്നാണ് ഈ ക്രിസ്ത്യൻ സംഘടനകളോട് പിന്നെ കേരളത്തിന് പറയാനുള്ളത്, മലയാളികൾക്ക് പറയാനുള്ളത്.